നിങ്ങൾ പാട്ട് കേട്ടോ, ഇതിന് 75-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ഈ പാട്ട് വെച്ചിരിക്കുന്ന കടയ്ക്കുണ്ട് അത്ര തന്നെ പഴക്കം. ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. കണ്ണൂർക്കാരുടെ സ്വന്തം ഉണക്കൻ ഭാരതി. ഇപ്പോഴെങ്കിലും അല്ല, 70 വർഷം പഴക്കമുള്ള ഒരു കഥയാണ്. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ കണ്ണൂർ മാർക്കറ്റിൻ്റെ നടുക്കൊരു ചായക്കട. ഉണക്കെന്ന് പറഞ്ഞ ഒരാളാണ് അത് തുടങ്ങിയത്. അന്ന് തൊട്ടിങ്ങോട്ട് ഈ ഉണക്കൻ ഭാരതി കണ്ണൂരിലെ ഏറ്റവും ഐക്കോണിക്കായ ഫുഡ് സ്പോട്ടായി മാറി. ഓരോ പുലരിയിലും കണ്ണൂർ മാർക്കറ്റ് ഉണർന്നു തുടങ്ങുമ്പോൾ ഇവിടെ ഉണക്കൻ ഭാരതിയിലും അടുപ്പ് പുകഞ്ഞു തുടങ്ങും. 1/4 നൂറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് ഇവിടുത്തെ മനുഷ്യർക്ക് രുചി വിളമ്പുന്ന ഇടമാണിത്. ഇന്ന് കണ്ണൂരിലെ ഏറ്റവും ഐക്കോണിക്കായ ഈ ഭക്ഷണശാല 75 വർഷങ്ങൾക്ക് മുൻപ് ഭാരതി വിലാസം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഉണക്കൻ എന്ന മനുഷ്യന്റെ വരവോടെ ഒറ്റ രാത്രി കൊണ്ട് ഇതിലെ ചരിത്രം തന്നെ മാറിമറിഞ്ഞു. ഇന്നിപ്പോൾ 3ാം തലമുറക്കാരനായ സുമേഷാണ് ഈ രുചി പാരമ്പര്യം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് സുമേഷ്. ഞാനാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഭാരതി വിലാസ് എന്നാണ്, പക്ഷെ അറിയപ്പെടുന്നത് ഉണക്കൻ ഭാരതി എന്നാണ്. ഉണക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ പേരാണ് ഉണക്കൻ. അദ്ദേഹമാണ് ഈ കട നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് വേറെ സ്ഥലത്തു നിന്നാണ് അവിടെ കോടതി ഒയ്യാൻ വിധി വന്ന സമയത്ത് രാത്രി ഇവിടെ തുടങ്ങിയതാണ് നമ്മൾ കേട്ടറിവ്. അതിന് സത്യാവസ്ഥ നമുക്കറിയില്ല. ഇവിടെ ഒന്ന് കയറി നിന്നാൽ കാലം അല്പം പിന്നിലേക്ക് സഞ്ചരിക്കും. പഴയ തടിയിൽ തീർത്ത മുകൾ തട്ടും ജനലുകളിലെ ഇരുമ്പ് ജാളികളും ചുവരിലെ പഴയ കലണ്ടറും പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന ആകാശവാണിയുടെ ശബ്ദവുമെല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞു പോയൊരു കാലത്തിന്റെ ഓർമ്മകളിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നോ, തലമുറകളായി മാറ്റമില്ലാതെ തുടരുന്ന ആ പുട്ടും മട്ടൻ കറിയും തന്നെ. മുളങ്കുറ്റിയിൽ പാകത്തിന് അരിപ്പൊടി നിറച്ച് ആവി കയറ്റിയെടുക്കുന്ന പുട്ട്. മുളയുടെ ആ പ്രത്യേക സുഗന്ധവും രുചിയുമൊക്കെ ഇവിടുത്തെ പുട്ടിന് വേറൊരു റേഞ്ച് നൽകുന്നു. ആവി പറക്കുന്ന ഈ മൃദുവായ പുട്ടും മസാലകൾ ചേർത്ത് സ്ലോ കുക്ക് ചെയ്തെടുത്ത നാടൻ മട്ടൻ കറിയും. ദശാബ്ദങ്ങളായി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതിന്റെ രഹസ്യവും ഇത് തന്നെ. കൂടെ കടുപ്പമുള്ള ഒരു ചൂട് ചായ കൂടിയായാൽ പിന്നെ പറയാനില്ല. ഭക്ഷണം നാടൻ ഭക്ഷണമാണ്. പുട്ട്, വെള്ളയപ്പം, ഇഡ്ഡലി, ഉപ്മാവ്, ഇടിയപ്പം, കപ്പ, പിന്നെ കറി, കടല, ചെറുപയർ, മട്ടൻ ലിവർ ഉണ്ടാവും. പിന്നെ മീൻ, ഫിഷ് ഐറ്റംസ് ഉണ്ടാവും. എന്നാൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഉണ്ടാവും. എന്നാൽ മെനു ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചൂടിഡലിയും കപ്പയും മീൻകറിയും പയറും അങ്ങനെ നാടൻ രുചികളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ ദിവസവും ഒരുങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് തുറക്കുന്ന ഈ ഹോട്ടൽ രാത്രി 8 മണി വരെ സജീവമാണ്. മാർക്കറ്റിലെ തൊഴിലാളികൾ, റെയിൽവേ യാത്രക്കാർ, കച്ചവടക്കാർ, ഓഫീസിലേക്ക് പോകുന്നവർ, ദിവസത്തിന്റെ ഏത് സമയത്തും ഇവിടെ ആളൊഴിയാറില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെ മാർക്കറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഉണക്കൻ ഭാരതിക്ക് വലിയൊരു നെയിം ബോർഡ് പോലുമില്ല. ഈ ഹോട്ടലിന്റെ പേര് വളർന്നത് ചുവരിലെ ബോർഡിലൂടെയല്ല, ഉണക്കൻ ഭാരതിയുടെ രുചി അറിഞ്ഞ കണ്ണൂർക്കാരുടെ വാമൊഴിയിലൂടെയാണ്. അങ്ങനെയാണ് 75 വർഷമായി ഉണക്കൻ ഭാരതി കണ്ണൂർക്കാരുടെ പ്രഭാതങ്ങൾക്ക് രുചിയേകുന്നത്. ഇന്നും അതേ സ്നേഹത്തോടെയും അതേ രുചിയോടെയും.